എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് എടുക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിൽ നിന്നുള്ള കായിക വിനോദം ബോസ്ബോൾ. ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഇത് മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ബോസിയാണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിൽ നിന്നുള്ള കായിക വിനോദം. ലോകത്തെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയത് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു ലോകത്തെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയത്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ് ശസ്ത്രക്രിയ നടന്നത്. ലോകത്തിലാദ്യത്തെ എൻപെഗ്ഡ് സ്റ്റേബിൾ കോയിൻ JPYC പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ് ലോകത്തിലാദ്യത്തെ എൻപെഗ്ഡ് സ്റ്റേബിൾ കോയിൻ JPYC പുറത്തിറക്കിയ രാജ്യം. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ രാഷ്ട്രപതി. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നാസ പരീക്ഷിച്ച സൂപ്പർസോണിക് ജെറ്റ് X-59 ക്വസ്റ്റ്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സോണിക് ബൂം ഒഴിവാക്കി ശബ്ദമില്ലാതെ പറക്കാൻ നാസ വികസിപ്പിച്ച സൂപ്പർസോണിക് ജെറ്റാണ് X-59 ക്വസ്റ്റ്. ക്വയറ്റ് സൂപ്പർസോണിക് ടെക്നോളജി എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ക്വസ്റ്റ്. സൈബർ സാമ്പത്തിക തട്ടിപ്പു കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ സൈഹണ്ട് ആണ് സൈബർ സാമ്പത്തിക തട്ടിപ്പു കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ. കേരള സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിക്കുന്ന ലാബോറട്ടറി ശൃംഖല അറിയപ്പെടുന്നത് നിർണയ. കേരള സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖല അറിയപ്പെടുന്നത് നിർണയ എന്ന പേരിലാണ്. 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തിന് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2025 കേരളപ്രഭ പുരസ്കാരം നേടിയത് PB അനീഷ്, രാജശ്രീ വാര്യർ. കലാമേഖലയിൽ നിന്നും രാജശ്രീ വാര്യറും കാർഷിക മേഖലയിൽ നിന്നും PB അനീഷിനുമാണ് 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2025 നവംബറിൽ വിക്ഷേപിച്ച സൈനിക ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 GSAT-7R 2025 നവംബറിൽ വിക്ഷേപിച്ച സൈനിക ആവശ്യങ്ങൾക്കായി പ്രധാനമായും ഇന്ത്യൻ നാവികസേനയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. ഇത് GSAT-7R എന്നും അറിയപ്പെടുന്നു. ISROയുടെ കരുത്തുറ്റ റോക്കറ്റായ LVM-3 ഉപയോഗിച്ചാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായും ഒരു നാഗരികതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മ്യൂസിയമായും പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത്? ശ്രീവിജയപുരം. ആൻഡമാൻ ദ്വീപുകളിലെ ശ്രീവിജയപുരമാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത്. കേരളത്തെ
അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? 2025 നവംബർ 1. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായക സംഘം സുശക്തി. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായക സംഘമാണ് സുശക്തി. 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായത് അരുണ റോയ്. അരുണ റോയ് ആയിരുന്നു 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായത്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവ് ഇന്ത്യ. ഇന്ത്യയാണ് 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. പ്രിയംബദ ജയകുമാർ രചിച്ച ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്നതാണ് പ്രിയംബദ ജയകുമാർ രചിച്ച ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ജീവചരിത്രം. സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്രിക ഇനിയ പ്രഗതി. ഇനിയ പ്രഗതിയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്രിക. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി പദ്ധതി. 2024 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായത് മമ്മൂട്ടി. മമ്മൂട്ടിയാണ് 2024 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിയായത് ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ പ്രകടനത്തിന് ഷംല ഹംസയ്ക്കാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്രമായത് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ജനപ്രിയ സിനിമയായി തിരഞ്ഞെടുത്തത് പ്രേമലു. ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലു എന്ന ചലച്ചിത്രത്തിനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച തിരക്കഥാകൃത്തിനും സംവിധായകനുമുള്ള അവാർഡ് ലഭിച്ചത് ചിദംബരം. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്ത ചിദംബരത്തിനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡും മികച്ച സംവിധായകനുമുള്ള അവാർഡും ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം പങ്കിട്ടത് സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സിദ്ധാർത്ഥ് ഭരതനും മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സൗബിൻ ഷാഹിറുമാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം പങ്കിട്ടത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ലിജോ മോൾ ജോസ്. നടന്ന സംഭവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലിജോ മോൾ ജോസിനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് പ്രസന്ന വിത്തനാകെ. പാരഡൈസ് എന്ന ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച പ്രസന്ന വിത്തനാകെക്കാണ് 55ാമത് കേരള സംസ്ഥാന
ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം ലഭിച്ചത്? ഷൈജു ഖാലിദ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ച ഷൈജു ഖാലിദിനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത്? വേടൻ. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം എന്ന ഗാനത്തിൻ്റെ രചന നിർവഹിച്ച വേടനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്? സുഷിൻ ശ്യാം. ബൊഗേൻവില്ലയിലെ സ്തുതി എന്ന ഗാനത്തിന് സുഷിൻ ശ്യാമിനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? ക്രിസ്റ്റോ സേവ്യർ. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം നിർവഹിച്ച ക്രിസ്റ്റോ സേവ്യർക്കാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത്? KS ഹരിശങ്കർ. ARM അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ കിളിയെ എന്ന ഗാനം ആലപിച്ച KS ഹരിശങ്കറാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? സെബ ടോമി. എന്ന ചിത്രത്തിലെ ആരോരും എന്ന ഗാനം ആലപിച്ച സെബ ടോമിക്കാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്ര സംയോജനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? സൂരജ് ES. കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ച സൂരജ് ESനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്ര സംയോജനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കലാസംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്? അജയൻ ചാലിശ്ശേരി. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ കലാസംവിധാനം നിർവഹിച്ച അജയൻ ചാലിശ്ശേരിക്കാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കലാസംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്? ഫാസിൽ മുഹമ്മദ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BISൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയ് ഗാർഗ്. സഞ്ജയ് ഗാർഗാണ് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. കേരള സ്റ്റാർട്ടപ്പായ ഇന്നോഡോട്സ് ഇന്നോവേഷൻസിലൂടെ ശരീരം തളർന്നവർക്ക് നടക്കാൻ സഹായിക്കുന്നതിനായി വികസിപ്പിച്ച AI എക്സോസ്കെലിറ്റൻ എക്സോബോണിക്. എക്സോബോണിക്കാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പായ ഇന്നോഡോട്സ് ഇന്നോവേഷൻസിലൂടെ ശരീരം തളർന്നവർക്ക് നടക്കാൻ സഹായിക്കുന്നതിനായി വികസിപ്പിച്ച AI എക്സോസ്കെലിറ്റൻ. പട്ടികജാതി വിഭാഗക്കാരുടെ വീട് പണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതി സേഫ് എന്ന പദ്ധതിയാണ് പട്ടികജാതി വിഭാഗക്കാരുടെ വീട് പണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ വരെ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതി. 43ാമത് യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ലക്നൗ ആണ് 2025 43ാമത് യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. കിഫ്ബിയുടെ പങ്കാളിത്തത്തോടെ സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ് കിഫ്ബിയുടെ പങ്കാളിത്തത്തോടെ സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ച സംസ്ഥാനം. ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ
സൊഹ്റാൻ മംദാനി. സൊഹ്റാൻ മംദാനിയാണ് ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് വാസുദേവൻ ചീക്കല്ലൂർ. വാസുദേവൻ ചീക്കല്ലൂരാണ് ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. ഹരിദ്വാറിലും ഉജ്ജയിനിയിലും പ്രയാഗ്രാജിലുമെല്ലാം നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായി ചരിത്രത്തിലാദ്യമായി കേരളത്തിലും കുംഭമേളയ്ക്ക് വേദിയാകാൻ പോകുന്നത് തിരുനാവായ. ഹരിദ്വാറിലും ഉജ്ജയിനിലും പ്രയാഗ്രാജിലുമെല്ലാം നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായി ചരിത്രത്തിലാദ്യമായി കേരളത്തിലും കുംഭമേളയ്ക്ക് വേദിയാകാൻ പോകുന്നത് തിരുനാവായ ആണ്. അമേരിക്കൻ വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നിയമിച്ച പുതിയ മേധാവി ശരദ് അഗർവാൾ. ശരദ് അഗർവാളാണ് അമേരിക്കൻ വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നിയമിച്ച പുതിയ മേധാവി. കേരളത്തിലാദ്യത്തെ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലാദ്യത്തെ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത്. 2025 സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാടിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസ്. KJ യേശുദാസിനാണ് 2025 സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.